ഹായ് ഓൾ, വെൽക്കം ടു ഫൂട്ടി അരീന. സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിന് ഈ സീസണിൽ ഒരൽപ്പം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിരുന്നു. ഒരുപാട് തോൽവികൾ അവർക്ക് വഴങ്ങേണ്ടി വന്നു. പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് തോൽവികൾ വഴങ്ങേണ്ടി വന്നിരുന്നു. FC ബാഴ്സലോണയോട് ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങിയത് കാര്യങ്ങളെ സങ്കീർണമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടിയുടെ ഭാവി തുലാസിലാണ് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ റയൽ മാഡ്രിഡ് ട്രാക്കിലായിട്ടുണ്ട്, വിജയങ്ങൾ നേടാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ കാർലോ ആഞ്ചലോട്ടിക്ക് മുൻപിൽ ഇപ്പോൾ ഒരു നിബന്ധന റയൽ മാഡ്രിഡ് വെച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. റെലേവോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കാർലോ ആഞ്ചലോട്ടി ഈ സീസണിൽ ഒന്നുകിൽ ലാലിഗ നേടണം, അതല്ലെങ്കിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടണം. ഈ രണ്ടിലൊരു കിരീടം നേടിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സീസണിന് ശേഷം അദ്ദേഹത്തെ പുറത്താക്കും എന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പകരം സാബി അലോൺസോയെ കൊണ്ടുവരാനാണ് റയൽ മാഡ്രിഡ് ഉദ്ദേശിക്കുന്നത്. ഇനി അതല്ല, ലാലിഗയോ അതല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗോ നേടാൻ കഴിഞ്ഞാൽ കാർലോ ആഞ്ചലോട്ടിക്ക് തുടരാം. അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് 2026 വരെയാണ് അവശേഷിക്കുന്നത്. ആ കോൺട്രാക്ട് പൂർത്തിയാക്കാൻ ആഞ്ചലോട്ടിക്ക് കഴിയും. പിന്നീട് ആ കോൺട്രാക്ട് പുതുക്കാൻ റയൽ മാഡ്രിഡ് ഉദ്ദേശിക്കുന്നില്ല. 2026 തന്നെയാണ് സാബി അലോൺസോയുടെ ഒരു കോൺട്രാക്റ്റും അവസാനിക്കുക. തുടർന്ന് സാബിയെ ആ ഒരു സ്ഥാനത്തേക്ക് കാർലോ ആഞ്ചലോട്ടിയുടെ പകരമായിക്കൊണ്ട് 2026 എത്തിക്കുക എന്നാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സീസണിൽ ഒരു കിരീടമെങ്കിലും റയൽ മാഡ്രിഡിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് നേടൽ അനിവാര്യമാണ്. നിലവിൽ റയൽ മാഡ്രിഡ് തന്നെയാണ് ലാലിഗയിൽ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നത്. പക്ഷേ അതൊരിക്കലും സുരക്ഷിതമല്ല. FC ബാഴ്സലോണയും അത്ലറ്റിക്കോ മാഡ്രിഡും അവിടെ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് പിന്നാലെയുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.